എഴുത് പെട്ടെന്ന് എഴുത്. ഭംഗിയൊക്കെ പിന്നെ മാറും. ഇത് പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. ആ എന്നെ പഠിപ്പിക്കുവാണോ? ഞാൻ പഠിച്ചു. ഞാൻ ഇത്ര അറിയാമെന്നില്ല. ബുക്കേ നോക്കി എഴുതുക. ആകെ എങ്ങാണ്ടോ വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് പീരീഡ് പോകുള്ളൂ. അവസാനത്തെ പീരീഡ്. ട്യൂട്ടോറിയലിൻ്റെ ബുക്ക് മറ്റേ ISC മറ്റേ പിങ്കി മിസ്സിൻ്റെ പീരീഡ്. അത് കഴിഞ്ഞ് വെബ് പ്രോഗ്രാമിങ്. പറഞ്ഞോ? അങ്ങനെയാവുമ്പോ ഞാനില്ല. എനിക്ക് മേലെ വന്നാ മേലെ എനിക്ക് വയ്യായികേടാ. ആ പിന്നെ നടക്കുന്ന കാര്യം മിസ്സില്ലടി. സാറേ ഉള്ളു. അക്ഷര മിസ്സില്ല, സാറേ ഉള്ളു. മറ്റേ പ്രൊജക്റ്റിൻ്റെ സാറാ. മിസ് ലീവാണ്. ഇത് മറ്റേ ഇതായിട്ടല്ലേ നാളെ? ഇത് മറ്റേ നീ ഇതല്ലേ ആ ഡയറി അല്ലേ? അപ്പം കോളം വരച്ചല്ലേ അതോ ഓരോ പേപ്പറിൽ അങ്ങനെ വല്ലതും ചെയ്യാമോ? ആ ഈ പുള്ളി ചിരിച്ചോണ്ട് നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്ന ടീമാണ്. അതെ, പുള്ളി ചിരിച്ചു നിന്നിട്ട് ഇത് മാറുന്ന ടീമാണ് BI. ഒരു പ്രത്യേക ഒരു സ്വഭാവം. പുള്ളിക്ക് മൊബൈലിൻ്റെ അസുഖമുണ്ട്. നമ്മുടെ ഇയാളെ പോലെ ഇലക്ട്രിക്കലെ ജതീഷോ അതായിരുന്നു സീൻ. മൊബൈൽ ഏത് നേരം പോയി. അത് പൊളിയല്ലായിരുന്നു പുള്ളി. കിറങ്ങിയാലേ. പിന്നെ ആൽബർട്ടായിരുന്നു സീൻ. പിന്നെ പഠിപ്പിക്കണോ കേൾക്കത്തില്ല. ഒരു ബോധമില്ല. അതൊക്കെ എങ്ങനെ പാസ്സായി. നേരത്തെ പഠിപ്പിച്ച് കഴിയുവേ. അത് പിന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അങ്ങനെയാണ് സംഭവം. നിങ്ങളങ്ങ് വായിച്ചു നോക്കിയാൽ വൈകുന്നേരം ഞാൻ കൂടെ നിന്റെ കൂടെ ജീവിതത്തിൽ നിന്റെ കൂടെ മൈൻഡ് ചെയ്യും.
എന്തുവാണ് ഇവർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തിന് എത്ര കൊടുക്കണം? 1500 രൂപയ്ക്ക് അത് മാറ്റാം. പിന്നെ ഒന്നുകൂടെ 1500 കൊടുക്കണ്ടേ? ശരിയാവില്ല. എടാ അവനത് നഖം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തു ഇതിൻ്റെ ഫോണിൽ അതായത് നമ്മൾ ഇതില്ലേ ഇത് ടെമ്പേർഡ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ്സാണ്. ഒറിജിനൽ മാറ്റിയിട്ട് ഒറിജിനൽ പൊട്ടിയല്ലോ, അപ്പോൾ അത് മാറ്റി ഒരു പീസായിട്ട് ഒരു നൂല് പോലെ സാധിച്ച് എടുക്കും. എന്നിട്ട് അപ്പോൾ ഒരു പ്ലെയിൻ പേപ്പറാവും ആ ഡിസ്പ്ലേ. ആ ഗ്ലാസ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ കുറച്ച് നേരം വയ്ക്കും. അപ്പോൾ അവരെ നിൽക്കിയപ്പോൾ പിന്നെ ഒന്നുകൂടെ 1500 വേണ്ടേ? ഞാനെങ്ങനെ വീട്ടിൽ പറയാൻ? നാളെ വെച്ചാൽ മതിയോ? എടാ എന്ത് എന്റെ പേരെ കേട്ടിട്ടുണ്ട് പുള്ളി പറഞ്ഞിരിക്കാതെ അല്ലടാ എനിക്ക് മറ്റേ ആക്ഷൻ പൊട്ടൻഷ്യൽ മറ്റു പറഞ്ഞിരിക്കാൻ പറയോ അസൈൻമെന്റ്? എടാ ആവശ്യം നോക്കി വായിച്ചിട്ട് പറഞ്ഞാൽ മതിയടാ. പുള്ളി സീനാവുന്നു. പോക്കറ്റ് നിന്റെ പോക്കറ്റിൽ ഇടാൻ മതി. നിന്റെ പോക്കറ്റ് എപ്പോഴാണ് കിട്ടുന്നത്?